കൊടുങ്ങല്ലൂർക്ക് വരാൻ വേണ്ടി ESA മുക്കെത്തിശാല ഇങ്ങോട്ടായപ്പോഴത്തേക്ക് അശ്വതി പമ്പിൻ്റെ ഫ്രണ്ട് വന്നപ്പം വണ്ടിക്ക് ഞെരുക്കമായി. അപ്പോൾ ഇതിന് സൈഡ് കൊടുക്കുവാൻ വേണ്ടി ഞാൻ ഇച്ചിരി എടുത്തോട്ട് പിടിച്ച്. അപ്പം തീരെ അവിടെ ഒരു സിഗ്നലോ മറ്റു കാര്യങ്ങളോ കല്ലോ അടയാളങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഞാനും ബൈക്കോട്ടങ്ങ് കുഴിയിൽ വീണു. വാരിയെല്ലിൻ്റെ ഭാഗത്തുനിന്നും ആ സൈഡ് ഇടിച്ചാണ് വീണ്. അപ്പം വാരിന് നല്ല സ്ക്രാച്ചിങ് ഉണ്ട്. അപ്പം നമുക്ക് പറ്റിയ വീഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അടയാളങ്ങളോ അല്ലെങ്കിൽ ഒരു കല്ലോ വലിയ സിമെൻറ്റ് കല്ലോ ഒന്നുമില്ലായിരുന്നു. പ്ലെയിനായിട്ട് ഒരു ചരട് മാത്രം കിട്ടിയിരുന്നു. ഈ ഭാഗത്താണ് ആ മനുഷ്യൻ വീണത്. അതായത് ഇത്രയും ആഴത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴുള്ള അവസ്ഥ എന്താണ് എന്ന് അനുമാനിക്കാൻ സാധിക്കും. ഗുരുതരമായി പരിക്കേറ്റിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ട് പോലും ഇവിടെ ഒരു സുരക്ഷാ ബാരിക്കേഡോ മറ്റു കാര്യങ്ങളോ സ്ഥാപിക്കാനുള്ള നടപടി ഇതുവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകത മൂലം 2 യുവാക്കൾക്ക് ജീവൻ നഷ്ടമായ പ്രദേശമാണ് കൊല്ലം കൊട്ടിയത്തെ സിത്താര ജംഗ്ഷൻ. അവിടെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ദേശീയപാതയ്ക്ക് വേണ്ടി ഓട നിർമ്മിക്കുകയാണ്. അതിനുവേണ്ടി കൂർത്ത കമ്പികൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് പണികൾ നടക്കുന്നുണ്ട്. എന്നാൽ ആ കോൺക്രീറ്റ് കമ്പികളിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു ബൈക്കോ മറ്റോ അപകടത്തിൽപ്പെട്ടു പോയാൽ ആ ബൈക്ക് യാത്രക്കാർക്ക് ജീവൻ നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കുന്നില്ല. ദേശീയപാത നിർമ്മാണം മൂലം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കൊട്ടിയം നിവാസികളാണ്. എത്ര മരണമായിട്ടാണ് ഇതുവരെ? ഇപ്പം 3 മരണങ്ങൾ ഇതുവരെ ആയി കഴിഞ്ഞു. അത് മാത്രമല്ല, അനുദിനം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സംഭവിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇടയ്ക്ക് ഒരു ലോറി വന്നു, ഒരു വെളുപ്പാങ്കാലത്ത് ഇവിടെ വന്ന് മറിഞ്ഞിരുന്നു. 10 അടി താഴ്ചയിലുള്ള കുഴിയൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഒരു ബാരിക്കേഡും വെക്കത്തില്ല. ആകെ ചെയ്യുന്നത് റിബൺ മാത്രം കെട്ടിയിടുകയാണ്. കൊട്ടിയം മൈലക്കാട് നിന്ന് കയറ്റം കയറി വരുന്ന വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടം. കാര്യം ഇവിടെ ആഴത്തിൽ കുഴിയെടുത്തിട്ടുണ്ട്. എന്നാൽ ആ കുഴിയെടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി, യാത്രക്കാരെ അറിയിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. സാധാരണ ഇത്തരത്തിലുള്ള കുഴികൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പൈപ്പോ കയറോ ഉപയോഗിക്കാതെ ബാരിക്കേഡ് ഉപയോഗിച്ച് അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. എന്നാൽ ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ദേശീയപാത നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ അവ നിർമ്മിക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. അല്ലാത്ത പക്ഷം ഈ നിരത്തിൽ ഒട്ടേറെ ജീവനുകൾ പൊലിയും. ഇനിയും ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കും. അതുണ്ടാകാതിരിക്കാൻ ദേശീയപാത അതോറിറ്റി ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ,